ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദിനവൃത്താന്തം ഒന്നാം പുസ്തകത്തെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ്. സാമുവേൽ, രാജാക്കന്മാർ എന്നീ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്ന കാലത്തിൻ്റെയും വ്യക്തികളുടെയും ചരിത്രമാണ് 1-2 ദിനവൃത്താന്തങ്ങളിലും പ്രതിപാദിക്കുന്നത്. സാവൂളിൻ്റെ കാലം മുതൽ ജെറുസലേമിൻ്റെ നാശം വരെയുള്ള ചരിത്രം. ഗ്രീക്ക് ലത്തീൻ പരിഭാഷകളിൽ പാരിലിപ്പോമന എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത്. അതായത് വിട്ടുപോയ കാര്യങ്ങൾ എന്നാണ് ഇതിനെ അർത്ഥം. എന്നാൽ സാമുവേലിലും രാജാക്കന്മാരിലും വിട്ടുപോയ കാര്യങ്ങളോ അവയുടെ വസ്തുനിഷ്ഠമായ ആവർത്തനമോ അല്ല ദിനവൃത്താന്തം. പ്രവാസത്തിൽ നിന്നും തിരിച്ചെത്തിയതിനു ശേഷം ഇസ്രായേൽ ജനം മുൻകാല ചരിത്രത്തിന് നൽകുന്ന വ്യാഖ്യാനമാണ് ഈ ഗ്രന്ഥങ്ങളിൽ ഉള്ളത്. ആദം മുതൽ അബ്രാഹം വരെയുള്ള തലമുറകളുടെ പേരുവിവരങ്ങൾ, അബ്രാഹത്തിൻ്റെ സന്തതികളുടെ പേരുവിവരവും ഏദോമിലെ രാജാക്കന്മാരും, യൂദായുടെ സന്തതികളുടെ പേരുവിവരങ്ങൾ, ദാവീദിൻ്റെ സന്തതികളുടെ പേരുവിവരങ്ങൾ, തുടർന്ന് ശിമയോൻ, റൂബൻ, ഗാദ്, ലേവി, ഇസാക്കർ, ബെഞ്ചമിൻ, ദാൻ, നഫ്താലി, മനാസെ, എഫ്രായിം, ആഷേർ, ബെഞ്ചമിൻ എന്നിവരുടെ സന്തതികളും അവരുടെ പേരുവിവരങ്ങളും, സാവൂളിൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ പേരുവിവരങ്ങൾ, ബാബിലോൺ പ്രവാസത്തിൽ നിന്നും തിരിച്ചെത്തിയവരുടെ പേരുവിവരങ്ങൾ, ശേഷം 10-ാം അധ്യായം മുതൽ രാജാക്കന്മാരുടെ ചരിത്രവും പ്രവർത്തനങ്ങളും ആണ് കാണുവാൻ കഴിയുക. സാവൂളിൻ്റെ മരണം. ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവാകുന്നു. ഫിലിസ്ത്യരുടെ മേൽ ദാവീദ് വിജയം നേടുന്നു. കർത്താവിൻ്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് സജ്ജമാക്കിയിരിക്കുന്ന കൂടാരത്തിൽ സ്ഥാപിക്കുന്നു. വിവിധ ബലികൾ അർപ്പിക്കുന്നു. തുടർന്ന് കർത്താവിനെ സ്തോത്രഗീതം ആലപിക്കുന്നു. നാഥാൻ്റെ പ്രവചനം, ദാവീദിൻ്റെ യുദ്ധങ്ങൾ, ദാവീദ് അമ്മോന്യരെയും സിറിയാക്കാരെയും തോൽപ്പിക്കുന്നു, റബ്ബ പിടിച്ചടക്കുന്നു. തുടർന്ന് ദാവീദ് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നു. ദേവാലയ നിർമ്മാണത്തിന് ഒരുക്കങ്ങൾ നടത്തുന്നു. സോളമൻ രാജാവാകുന്നു. പുരോഹിതർ, ഗായകർ, വാതിൽ കാവൽക്കാർ, സേനാനായകന്മാർ, ഗോത്രാധിപന്മാർ, മേൽനോട്ടക്കാർ ഇവരുടെയെല്ലാം ഗണത്തെ തിരഞ്ഞെടുക്കുന്നു. ഓരോ ഗണത്തിൽപ്പെട്ടവർ ആരെല്ലാം ആണെന്നും അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും വിശദീകരിച്ച് നൽകുന്നു. ദാവീദ് ദേവാലയ നിർമ്മാണത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സോളമന് വിശദമാക്കി കൊടുക്കുന്നു. ദൈവാലയ നിർമ്മാണത്തിനു വേണ്ട കാഴ്ചകൾ സ്വമനസ്സ പൂർണ്ണ ഹൃദയത്തോടെ ഉദാരമായി സമർപ്പിക്കുവാൻ രാജാവ് ആഹ്വാനം ചെയ്യുന്നു. അതനുസരിച്ച് ജനം ഉദാരമായി കാഴ്ചകൾ നൽകുന്നു. ആയുസ്സും ധനവും പ്രതാപവും തികഞ്ഞ് വാർദ്ധക്യത്തിൽ ദാവീദ് മരിക്കുന്നു. സോളമൻ രാജാവാകുന്നു. ഇത്രയും കാര്യങ്ങളാണ് ദിനവൃത്താന്തം 1-ാം പുസ്തകത്തിൽ ഉള്ളത്. ദിനവൃത്താന്തം 1-ാം പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ ആരെല്ലാമാണെന്ന് നോക്കാം. യൂദായുടെ ഭാര്യ കാനാൻകാരിയായ ബത്ഷുവ, യൂദായുടെ മകനായ സേറഹിന് ജനിച്ച മക്കൾ സിമ്രി, ഏഥാൻ, ഹേമാൻ, കൽക്കോൽ, ധാര. ഏഥാൻ്റെ പുത്രൻ അസറിയ. ഹെസ്രോൻ്റെ പുത്രന്മാർ യഹ്മേൽ, റാം, കെലുബായ്. നഹ്ഷോൻ്റെ പുത്രൻ സൽമ, സൽമയുടെ പുത്രൻ ബോവാസ്, ബോവാസിൻ്റെ പുത്രൻ ഓബദ്, ഓബദിൻ്റെ പുത്രൻ ജസെ. ഹെസ്രോൻ്റെ ഭാര്യയാണ് യഫുന്ന. സാമുവേൽ 1-ാം പുസ്തകത്തിൽ പറയാത്ത ജസയുടെ മറ്റ് പുത്രന്മാർ നഥനേൽ, റദ്ദായ്, ഓസേം. ജസയുടെ പുത്രിമാർ അബിഗായിൽ, സെരൂയ. സെരൂയായുടെ മറ്റൊരു പുത്രനാണ് അസഹേൽ. അബിഗായിലിൻ്റെ പുത്രനാണ് അമാസ. അമാസയുടെ പിതാവാണ് യഥർ. കാലെബിൻ്റെ ഭാര്യയുടെ പേരാണ് അസൂബ. കാലേബിൻ്റെ പുത്രിയുടെ പേരാണ് യെറിയോത്ത്. കാലേബിൻ്റെ പുത്രന്മാർ യേഷർ, ഷോബാബ്. യഫുന്നയുടെ മകനാണ് കാലെബ്. അർദോൻ. അസൂബയുടെ മരണശേഷം കാലെബിൻ്റെ ഭാര്യയായവളുടെ പേരാണ് എഫ്രാത്ത്. എഫ്രാത്തിൽ കാലെബിന് ജനിച്ച പുത്രന്മാരാണ് ഹൂർ, അഷ്ഹൂർ. ഹൂറിൻ്റെ പുത്രൻ ഊറിയ. ഗിലെയാദിൻ്റെ പിതാവ് മാഗീർ.
ഗിലയാദിൻ്റെ സഹോദരിയാണ് ഹെസ്രോൻ്റെ ഭാര്യ. ഹെസ്രോൻ്റെ പുത്രിയുടെ പേരാണ് സെഗൂബ്. സെഗൂബിൻ്റെ പുത്രനാണ് യായിർ. ഹെസ്രോൻ്റെ മരണശേഷം പുത്രൻ കാലെബ് പിതാവിൻ്റെ വിധവയായ എഫ്രാത്തായെ ഭാര്യയാക്കുന്നു. ആഷ്ഹൂറിൻ്റെ പുത്രൻ്റെ പേരാണ് തെക്കോവ. യറഹ്മേലിൻ്റെ പുത്രന്മാർ റാം, ബൂന, ഓരൻ, ഓസെം, അഹിയ. യറഹ്മേലിൻ്റെ മറ്റൊരു ഭാര്യയാണ് അതാറ. അതാറയിൽ ജനിച്ച പുത്രനാണ് ഓനാം. റാമിൻ്റെ പുത്രന്മാർ മാസ്, യാമിൻ, എഹക്കർ. ഓനാമിൻ്റെ പുത്രന്മാർ ഷമ്മായി, യാദ. ഷമ്മായിയുടെ പുത്രന്മാർ നാദാബ്, അബിഹൂർ. അബിഷൂറിൻ്റെ ഭാര്യയാണ് അബിഹായിൽ. അബിഹായിലിൻ്റെ പുത്രന്മാരാണ് അഹ്ബാൻ, മോലിദ്. നാദാബിൻ്റെ പുത്രന്മാർ സേലദ്, അഫായിം. അഫായിമിൻ്റെ പുത്രൻ യിഷി. യിഷിയുടെ പുത്രൻ ഷേഷാൻ. ഷേഷാൻ്റെ പുത്രൻ അഹ്ലായ്. യാദാൻ്റെ പുത്രന്മാർ യദർ, ജോനാഥൻ. നാഥൻ്റെ പുത്രന്മാരാണ് പേലത്തും സാസായും. ഷേഷാൻ്റെ ദാസൻ്റെ പേരാണ് യർഹ. ഷേഷായുടെ മകളാണ് യർഹാൻ്റെ ഭാര്യ. യർഹാൻ്റെ പുത്രനാണ് അത്തായി. അത്തായിയുടെ പുത്രനാണ് നാഥാൻ. നാഥാൻ്റെ പുത്രൻ സാബാദ്. സാബാദിൻ്റെ പുത്രൻ എഫ്ലാൽ. എഫ്ലാലിൻ്റെ പുത്രൻ ഓബദ്. ഓബദിൻ്റെ പുത്രൻ യേഹു. യേഹുവിൻ്റെ പുത്രൻ അസ്രിയ. അസ്രിയായുടെ പുത്രൻ ഹേലസ്. ഹേലസിൻ്റെ പുത്രൻ എലയാസ്. എലയാസിൻ്റെ പുത്രൻ സിസ്മായി. സിസ്മായിയുടെ പുത്രൻ ഷല്ലൂം. ഷല്ലൂമിൻ്റെ പുത്രൻ യക്കാമിയ. യക്കാമിയായുടെ പുത്രൻ എലീഷാമ. കാലേബിൻ്റെ ആദ്യജാതനാണ് മരേഷ. മരേഷായുടെ പുത്രന്മാർ സീഫും ഹെബ്രോണും. ഹെബ്രോണിൻ്റെ പുത്രന്മാർ കോറഹ്, തപ്പുവ, റക്കേം, ഷെമ്മ. ഷേമായുടെ പുത്രനാണ് റാഹാം. റാഹാമിൻ്റെ പുത്രനാണ് യോർക്കെയാം. റാക്കേമിൻ്റെ പുത്രനാണ് ഷമ്മ. ഷമ്മായുടെ പുത്രനാണ് മാവോൻ. മാവോൻ്റെ പുത്രനാണ് ബത്സൂർ. കാലെബിന് ഉപനാരിയായ ഏഫായിൽ ജനിച്ച മക്കൾ ഹാരാൻ, മോസ, ഗസേസ്. ഹൃദായിയുടെ പുത്രന്മാർ രേഖം, യോദാം, ഗേഷാൻ, പേലത്ത്, ഏഫ, ഷാഫ്. മാഘ എന്ന ഉപനാരിയിൽ കാലെബിന് ജനിച്ച മക്കൾ ഷേബർ, തിർഹാന, ഷേവ, ഷാഫ്. മക്ബേനായുടെ പുത്രൻ മദ്മാന. ഷേവായുടെ പുത്രന്മാർ ഷാഫ്, മക്ബേന, ഗിബയ. കാലെബിൻ്റെ പുത്രിയാണ് അക്സ. അഫ്രാത്തിൻ്റെ ആദ്യജാതനായ ഹൂറിൻ്റെ പുത്രന്മാർ ഷോബാൽ, സൽമ, ഹാരഫ്. ഷോബാലിൻ്റെ പുത്രൻ കിര്യാത്ത് യയാറിം. സൽമാൻ്റെ പുത്രൻ ബത്ത് ലേഹം. ഹാരഫിൻ്റെ പുത്രൻ ബത്ത് ഗാദർ. ഈ പേരുകൾ മൂന്നും പട്ടണങ്ങളുടെ പേരുകളും കൂടിയാണ്. ഒരുപക്ഷെ ഈ പട്ടണങ്ങളുടെ പിതാക്കന്മാരായിട്ടായിരുന്നിരിക്കാം എഴുത്തുകാരൻ ഹൂറിൻ്റെ 3 മക്കളെയും കരുതിയിട്ടുണ്ടാവുക. കാർമൽക്കാരി അബിഗായിലിൽ ദാവീദിന് ജനിച്ച പുത്രൻ ഗിലയാബ് എന്നാണ് സാമുവേൽ 2-ാം പുസ്തകത്തിൽ പറയുന്നത്. എന്നാൽ ദിനവൃത്താന്തം 1-ൽ പറയുന്നത് ഗിലയാബ് എന്ന പേരിന് പകരം ദാനിയേൽ എന്ന പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജോസിയായുടെ ആദ്യജാതൻ യോഹനാൻ, 2-ാമൻ യഹോയാക്കിം, 3-ാമൻ സെദക്കിയ, 4-ാമൻ ഷല്ലൂം. യഹോയാക്കിമിൻ്റെ മകൻ്റെ പേരാണ് യഹോയാക്കിൻ എന്നാണ് രാജാക്കന്മാർ 2-ാം പുസ്തകത്തിൽ പറയുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് യക്കോണിയ എന്നാണ്. യൂദയായുടെ മറ്റ് പുത്രന്മാർ പേരസ്, ഹെസ്രോൻ, കർമ്മി, ഹൂർ, ഷോബാൽ. ഷോബാലിൻ്റെ പുത്രൻ റയായ. റയായയുടെ പുത്രനാണ് യാഹാത്ത്. യാഹാത്തിൻ്റെ പുത്രന്മാർ അഹുമായി, ലാഹാദ്. ഏഥാമിൻ്റെ പുത്രന്മാർ യസ്രേൽ, ഇഷ്മ, ഇത്ബാഷ്. ഇവരുടെ സഹോദരി ഹസ്ലേൽ പോനി. ഗാദോറിൻ്റെ പിതാവ് പെനുവേൽ. ഹൂഷായുടെ പിതാവ് ഏസർ. തെക്കോവായുടെ പിതാവ് ആഷൂർ. ആഷൂറിൻ്റെ ഭാര്യമാരാണ് ഹേല, നാര. നാരായിൽ ജനിച്ച പുത്രന്മാർ അഹൂസാം, ഹേഫർ, തെമേനി, ഹാഹാഷ്താരി. ഹേലായിൽ ജനിച്ചവർ സേരത്ത്, ഇസ്ഹാർ, എത്തനാൻ, ആനൂബ്, സോബേബ. ഹാരൂമിൻ്റെ മകനാണ് അഹർഹേലും യാബസും. ഹൂഷായുടെ സഹോദരനാണ് കെലൂബ്. കെലൂബിൻ്റെ പുത്രനാണ് മെഫീർ.
മെഫീറിൻ്റെ പുത്രനാണ് എഷ്തോൻ. എഷ്തോൻ്റെ പുത്രന്മാർ ബത്രാഫ, പാസേയാഹ്, തെഹീന. തെഹിന്നായുടെ പുത്രനാണ് ഈർനഹാസ്. കെനസിൻ്റെ പുത്രന്മാർ ഒത്നിയേൽ, സരായ. ഒത്നിയേലിൻ്റെ പുത്രന്മാർ ഹദദ്, മെയോനോഥായ്. ഓഫ്രായുടെ പിതാവ് സരായ. സരായയുടെ മറ്റൊരു ഭാര്യയിൽ ജനിച്ച മകനാണ് യോവാബ്. കാലെബിനു ജനിച്ച മറ്റു മക്കൾ ഈരു, ഏല, നാം. ഏലായുടെ പുത്രൻ കെനസ്. യഹലേലിൻ്റെ പുത്രന്മാർ സിഫ്, സീഫ, തിരിയ, അസറേൽ. എസ്രായുടെ പുത്രന്മാർ യാദർ, മേരദ്, ഏഫർ, യാലോൻ. മേരദിൻ്റെ ഭാര്യ ബിദിയ. ബിദിയായിൽ മേരദിന് ജനിച്ച മക്കൾ മിരിയാം, ഷമ്മായി, ഇഷ്ബ. യൂദാ ഗോത്രജയിൽ മേരദിന് ജനിച്ച മക്കൾ യേരദ്, ഹേബർ, യഗൂതിയേൽ. ഇഷ്ബായുടെ പുത്രൻ എഷ്തെമോവ. യേരദിൻ്റെ പുത്രനാണ് ഗദ്ദോർ. ഹേബറിൻ്റെ പുത്രനാണ് സോക്കോ. യക്കൂതിയേലിൻ്റെ പുത്രനാണ് സനോഹ. ഷിമ്മോൻ്റെ പുത്രന്മാർ അമ്നോൻ, റിന്ന, ബൻഹനാൻ, തീലോൻ. ഈഷിയുടെ പുത്രന്മാർ സോഫത്ത്, ബൻസോഹത്ത്. യൂദായുടെ പുത്രൻ ഷേല. ഏറിൻ്റെ പുത്രൻ ലേഖ. ലാദായുടെ പുത്രൻ മരേഷ. കിഷിൻ്റെ പുത്രനാണ് സാവൂൾ എന്നാണ് സാമുവേൽ 1-ാം പുസ്തകത്തിൽ പറയുന്നത്. എന്നാൽ ഇവിടെ ശിമയോൻ്റെ പുത്രന്മാരിൽ ഒരുവനായാണ് സാവൂളിനെ കൊടുത്തിരിക്കുന്നത്. ശിമയോൻ്റെ പുത്രന്മാർ നെമുവേൽ, യാമിൻ, യാരീബ്, സേരഹ്, സാവൂൾ. സാവൂളിൻ്റെ മറ്റൊരു പുത്രനാണ് ഷല്ലൂം. ഷല്ലൂമിൻ്റെ പുത്രനാണ് മിബ്സാം. മിബ്സാൻ്റെ പുത്രനാണ് മിഷ്മ. മിഷ്മയുടെ പുത്രനാണ് ഹമുവേൽ. ഹമുവേലിൻ്റെ പുത്രനാണ് സക്കൂർ. സക്കൂറിൻ്റെ പുത്രനാണ് ഷിമ്മയി. ഷേബാബ്, യാലേക്ക്. അമസ്യായുടെ മകൻ യോഷ, ജോയേൽ. അസിയേലിൻ്റെ പുത്രൻ സറായ. സറായായുടെ പുത്രൻ യോഷിബിയ. യോഷിബിയായുടെ പുത്രൻ യേഹു. എലിയോവേനായ്, യാക്കോബ, യഷോഹിയ, അസായ, അദിയേൽ, യസിമിയേൽ, ബനായ. അല്ലോൻ്റെ പുത്രൻ ഷിഫി. ഷിമിയുടെ പുത്രൻ സീസ. യദായായുടെ പുത്രൻ അല്ലോൻ. ഷിമ്രിയുടെ പുത്രൻ യദായായ. ഷമായായുടെ പുത്രൻ ഷിമ്രി. ഇഷിയുടെ പുത്രന്മാർ പെലാത്തിയ, നയാറിയ, റഫായ, ഉസിയേൽ. ലേവിയുടെ പുത്രന്മാർ ഗർഷോം, കൊഹാത്ത്, മൊറാരി. കൊഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ. ഇവ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ യോക്കെബിദിൻ്റെ പുത്രന്മാരായിട്ടാണ് അഹ്റോനെയും മോശയെയും കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ അമ്രാമിൻ്റെ സന്താനങ്ങളായിട്ടാണ് ചേർത്തിരിക്കുന്നത്. അമ്രാമിൻ്റെ മറ്റൊരു മകളാണ് മിറിയാം, അതായത് മോശയുടെ സഹോദരി. എലയാസറിൻ്റെ സന്തതികൾ ഫിനെഹാസ്. ഫിനെഹാസിൻ്റെ മകനാണ് അബിഷുവ. അബിഷുവായുടെ മകനാണ് ബുക്കി. ബുക്കിയുടെ മകനാണ് ഉസി. ഉസിയുടെ മകനാണ് സെരഹിയ. സെരഹിയായുടെ മകനാണ് മെരായോത്ത്. മെരായോത്തിൻ്റെ മകനാണ് അമരിയ. അമരിയായുടെ മകനാണ് അഹിത്തൂബ്. അഹിത്തൂബിൻ്റെ മകനാണ് സാദോക്ക്. സാദോക്കിൻ്റെ മകനാണ് അഹിമാസ്. അഹിമാസിൻ്റെ മകനാണ് അസ്രിയ. അസ്രിയായുടെ മകനാണ് യോഹനാൻ. എൽക്കാനയുടെ പുത്രന്മാർ അമാസായി, അഹിമോത്ത്. അഹിമോത്തിൻ്റെ പുത്രന്മാർ എൽക്കാന. എൽക്കാനയുടെ പുത്രനാണ് സോഫായ്. നഹത്തിൻ്റെ പുത്രനാണ് എലിയാബ്. എലിയാബിൻ്റെ പുത്രനാണ് യറോഹാം. യറോഹാമിൻ്റെ പുത്രനാണ് എൽക്കാനായുടെ പുത്രൻ സാമുവേൽ. സമാഗമ കൂടാരത്തിന് മുന്നിലെ ദാവീദിൻ്റെ ഗായകർ ഹേമാൻ. ജോയേലിൻ്റെ പുത്രനാണ് ഹേമാൻ. ഹേമാൻ്റെ ഒരു സഹോദരനാണ് ആസാഫ്. ആസാഫിൻ്റെ തലമുറ ലേവിയുടെ പുത്രൻ ഗർഷോം. ഗർഷോമിൻ്റെ പുത്രൻ യാദാൻ. യാദാൻ്റെ പുത്രൻ ഷിമ്മയി. ഷിമ്മയിയുടെ പുത്രൻ സിമ്മ. സിമ്മാൻ്റെ പുത്രൻ ഏദാൻ. ഏദാൻ്റെ പുത്രൻ അദായ. അദായയുടെ പുത്രൻ സേറഹ്. സേറഹിൻ്റെ പുത്രൻ എത്നി. എത്നിയുടെ പുത്രൻ മൽക്കിയ. മൽക്കിയായുടെ പുത്രൻ ബാസേയ. ബാസേയായുടെ പുത്രൻ മിഖായേൽ. മിഖായേലിൻ്റെ പുത്രൻ ഷിമ്മയ. ഷിമ്മയായുടെ പുത്രൻ ബറേഗിയ. ബറേഗിയായുടെ പുത്രൻ ആസാഫ്. അഹ്റോൻ്റെ പുത്രതലമുറ എലയാസറിൻ്റെ പുത്രൻ ഫിനെഹാസ്. ഫിനെഹാസിൻ്റെ പുത്രൻ അബീഷുവ. അബീഷുവായുടെ പുത്രൻ ബുക്കി. ബുക്കിയുടെ പുത്രൻ ഉസി. ഉസിയുടെ പുത്രൻ സറാഹിയ. സറാഹിയായുടെ പുത്രൻ മെറായോത്ത്. മെറായോത്തിൻ്റെ പുത്രൻ അമസിയ. അമസിയായുടെ പുത്രൻ അഹിത്തൂബ്. അഹിത്തൂബിൻ്റെ പുത്രൻ സാദോക്ക്. സാദോക്കിൻ്റെ പുത്രൻ അഹിമാസ്. തോലായുടെ പുത്രന്മാർ
ഉസി, റഫായ, യറിയേൽ, യഹ്മായി, ഇബ്സാം, സാമുവേൽ. ഉസിയുടെ പുത്രൻ ഇസ്രാഹിയ. ഇസ്രാഹിയുടെ പുത്രന്മാർ മിഖായേൽ, ഒബാദിയ, ജോയേൽ, ഇഷിയ. ബേലായുടെ പുത്രന്മാർ ഉസ്ബോൻ, ഉസി, ഉസിയേൽ, യറീമോത്ത്, ഈറീം. ബേഗറിൻ്റെ പുത്രന്മാർ സെമീറ, യോവാഷ്, എലയേസർ, എലിയോവാനായ്, ഓമ്രി, യറേമോത്ത്, അബിയ, അനാത്തോത്ത്, അലേമത്ത്. യദിയായേലിൻ്റെ പുത്രൻ ബിൽഹാൻ. ബിൽഹാൻ്റെ പുത്രന്മാർ യവൂഷ്, ബെഞ്ചമിൻ, ഏഹൂദ്, കെനാന, സേദാൻ, താർഷീഷ്, അയീഷാർ. ഈറിൻ്റെ പുത്രന്മാർ ഷുപ്പീം, ഹുപ്പീം. ആഹെറിൻ്റെ പുത്രൻ ഹൂഷീം. നഫ്താലിയുടെ പുത്രന്മാർ യഹ്സിയേൽ, ഗൂനി, യേസർ, ഷല്ലൂം. ഷല്ലൂമിൻ്റെ അമ്മയുടെ പേരാണ് ബിൽഹ. മനാസയുടെ പുത്രന്മാർ അസ്രിയേൽ, മാഗീർ. മാഗീറിൻ്റെ പുത്രനാണ് സേലോ ഫഹാദ്. മാഗീറിൻ്റെ ഭാര്യയുടെ പേരാണ് മാഘ. മാഘായുടെ പുത്രൻ പേരഹ്. പേരഹിൻ്റെ അർദ്ധ സഹോദരൻ ഷേരഫ്. ഷേരഹിൻ്റെ പുത്രന്മാർ ഊലാം, റാഗേ. ഊലാമിൻ്റെ പുത്രൻ ബദാൻ. ഗിലയാദിൻ്റെ സഹോദരി ഹമ്മോലേക്കത്ത്. ഹമ്മോലേക്കത്തിൻ്റെ പുത്രന്മാർ ഇഷ്ഹോദ്, അബിയേസർ, മഹല, ഷെമീദ. ഷെമീദായുടെ പുത്രന്മാർ അഹിയാൻ, ഷെക്കേം, ലിഖ്ഹി, അനിയാം. എഫ്രായിമിൻ്റെ പുത്രതലമുറ ഷുത്തേലഹ്. ഷുത്തേലഹിൻ്റെ പുത്രനാണ് ബേരദ്. ബേരദിൻ്റെ പുത്രനാണ് തഹദ്. തഹദിൻ്റെ പുത്രനാണ് എലയാദ. എലയാദിൻ്റെ പുത്രനാണ് സാബദ്. സാബദിൻ്റെ പുത്രനാണ് ഷുത്തേലഹ്. ഷുത്തേലഹിൻ്റെ പുത്രന്മാർ ഏസർ, എലയാദ്. ഷുത്തേലഹിൻ്റെ ഭാര്യയുടെ പേരാണ് ബറിയ. ബറിയായുടെ മകൾ ഷേറ. എഫ്രായിമിൻ്റെ മകനാണ് റേഫായുടെ പുത്രതലമുറ. റേസഫിൻ്റെ പുത്രനാണ് തേലഹ്. തേലഹിൻ്റെ പുത്രനാണ് തഹൻ. തഹൻ്റെ പുത്രനാണ് ലാദാൻ. ലാദാൻ്റെ പുത്രനാണ് അമ്മിഹൂദ്. അമ്മിഹൂദിൻ്റെ പുത്രനാണ് എലീഷാമ. എലീഷാമയുടെ പുത്രനാണ് നൂൻ. നൂനിൻ്റെ മകനാണ് ജോഷുവ. മൽക്കിയേലിൻ്റെ പുത്രന്മാർ ബിർസായിത്ത്. ഹേബറിൻ്റെ പുത്രന്മാർ യാഫ്ലത്ത്, ഷോമർ, ഹോദാം. പുത്രിയുടെ പേരാണ് ഷൂവ. യാഫേലത്തിൻ്റെ പുത്രന്മാർ പാസാഖ്, ബിസ്മാഹൽ, അശ്വത്ത്. ഷോമറിൻ്റെ പുത്രന്മാർ റോഹ, യഹൂബ, ആരാം. ഹേലമിൻ്റെ പുത്രന്മാർ സോഫാഹ്, ഇമ്മന, ഷേലഹ്, ആമാൽ. സോഹാഫിൻ്റെ പുത്രന്മാർ സൂവാഹ്, ഹർനേഫർ, ഷൂവാൽ, ബേരി, ഇമ്ര, ബേസർ, ഹോദ്, ഷമ്മ, ഷിൽഷ, ഇത്രാൻ, ബേര. യേദറിൻ്റെ പുത്രന്മാർ യഫുന്ന, പിസ്പ, ആര. ഉല്ലയുടെ പുത്രന്മാർ ആരഹ്, ഹന്നിയേൽ, റിസിയ. ബെഞ്ചമിൻ്റെ പുത്രന്മാർ ബേല, അഷ്ബൽ, അഹാര, നോഹ, റാഹ. ബേലയുടെ പുത്രന്മാർ അദ്ദാർ, ഗേര, അബിഹൂദ്, അബിഷുവ, നാമാൻ, അഹോവഹ്ഫാൻ, ഹൂറാം. ഗേരയുടെ പുത്രന്മാർ ഉസ, അഹിഹൂദ്. ഷഹാറായിമിൻ്റെ ഭാര്യമാർ ഹൂഷീം, ബാര, ഹോദേശ്. ഷഹാറായിമിന് ഹോദേശിൽ ജനിച്ച പുത്രന്മാർ യോബാബ്, സിബിയ, മേഷ, മൽക്ക, യവൂസ്, സക്കിയ, മിർമ. ഹൂഷിമിൽ ജനിച്ച പുത്രന്മാർ അബിത്തൂബ്, എൽപാൽ. എൽപാലിൻ്റെ പുത്രന്മാർ ഏബർ, മിഷാം, ഷേമദ്, ബറിയ, ഷേമ. ബറിയായുടെ പുത്രന്മാർ അഹിയോ, ഷാഷാക്, യറേമോത്ത്, സബദിയോ. ആരാദ്, ഏദർ, മിഖായേൽ, ഇഷ്പ, യോഹ. എൽപാൻ്റെ മറ്റ് പുത്രന്മാർ സബദിയ, മെഷുല്ലാം, ഹിസ്കി, ഹേബർ, ഇഷ്മറായ്, ഇസ്ലിയ, യോബാബ്. ഷിമ്മയിയുടെ പുത്രന്മാർ യാക്കീം, സിക്രി, സബ്ദി, എലിയേനായ്, സില്ലത്തായി, എലിയേൽ, അദായ, ബറായ, ഷിമ്നത്ത്. ഷഷാക്കിൻ്റെ പുത്രന്മാർ ഇഷ്ഫഷാൻ, ഏബർ, ഏലിയേൽ, അബ്ദോൻ, സിക്രി, ഹാനാൻ, ഹനനിയ, ഏലാം, അന്തോത്തിയ, ഇഫ്ദേയ, പെനുവേൽ. യെറോഹാമിൻ്റെ പുത്രന്മാർ ഷംഷറായ്, ഷെഹറിയ, അത്താലിയ, യാർ റഷിയ, എലിയ, സിക്രി. ഗിബയോൻ്റെ പിതാവ് യയ്യേൽ. യയ്യേലിൻ്റെ ഭാര്യ മാഘ. യയ്യേലിൻ്റെ മറ്റ് പുത്രന്മാർ അബ്ദോൻ, സൂർ, കിഷ്, ബാൽ, നാദാബ്, ഗദോർ, അഹിയോ,
സേഗർ, മിക്ലോത്ത്, ഷില്ലയാം. കിഷ് അബിയേലിൻ്റെ പുത്രനാണെന്നാണ് സാമുവേൽ 1-ാം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ നേറിൻ്റെ മകനായാണ് കിഷ് എന്ന് എഴുതിയിട്ടുള്ളത്. ജോനാഥൻ്റെ മകനാണ് മെരിബാൽ. മെരിബാലിൻ്റെ മകനാണ് മിഖ. മിഖായുടെ പുത്രന്മാർ പീത്തോൻ, മേലക്, തരേയ, ആഹാസ്. ആഹാസിൻ്റെ മകൻ യഹോവാദ. യഹോവാദയുടെ പുത്രന്മാർ അലേമെത്ത്, അസ്മാവത്ത്, സിമ്രി. സിമ്രിയുടെ പുത്രതലമുറ. സിമ്രിയുടെ മകനാണ് മോസ. മോസായുടെ മകനാണ് ബിനേയ. ബിനേയായുടെ മകനാണ് റാഫ. റാഫായുടെ മകനാണ് എലയാസ. എലയാസായുടെ മകനാണ് ആസേൽ. ആസേലിൻ്റെ പുത്രന്മാർ അസ്രിക്കാം, ബോഗറു, ഇസ്മായേൽ, ഷയാറിയ, ഒബാദിയ, ഹാനാൻ. ഏഷക്കിൻ്റെ പുത്രന്മാർ ഊലാം, യവൂഷ്, എലിഫെലത്ത്. ബാനിയുടെ പുത്രന്മാർ ഇമ്രി. ഇമ്രിയുടെ പുത്രൻ ഓമ്രി. ഓമ്രിയുടെ പുത്രൻ അമിഹൂദ്. അമിഹൂദിൻ്റെ പുത്രൻ ഉദ്ദായ്. ഹസേനുവായുടെ പുത്രനാണ് ഹൊദാവിയ. ഹൊദാവിയായുടെ പുത്രനാണ് മെഷുല്ലാം. മെഷുല്ലാമിൻ്റെ മകളാണ് സല്ലു. ഇബ്നിയായുടെ പുത്രനാണ് റവുവേൽ. റവുവേലിൻ്റെ പുത്രനാണ് ഷഫാത്തിയ. ഷഫാത്തിയായുടെ പുത്രനാണ് മെഷുല്ലാം. പുരോഹിതന്മാർ യദായ, യഹോയാരിബ്, യാഗീൻ. അഹിത്തൂബിൻ്റെ പുത്രനാണ് മെറായോത്ത്. മെറായോത്തിൻ്റെ പുത്രനാണ് സാദോക്ക്. സാദോക്കിൻ്റെ പുത്രനാണ് മിഷുല്ലാം. മിഷുല്ലാമിൻ്റെ പുത്രനാണ് ഹിൽക്കിയ. ഹിൽക്കിയായുടെ പുത്രനാണ് അസ്രിയ. അസ്രിയായുടെ പുത്രനാണ് മൽക്കിയ. മൽക്കിയായുടെ പുത്രനാണ് പാഷൂർ. പാഷൂറിൻ്റെ പുത്രനാണ് യരോഹാം. യരോഹാമിൻ്റെ പുത്രനാണ് അദായ. ഇമ്മറിൻ്റെ പുത്രനാണ് മെഷില്ലേമിത്ത്. മെഷില്ലേമിത്തിൻ്റെ പുത്രനാണ് മെഷുല്ലാം. മെഷുല്ലാമിൻ്റെ പുത്രനാണ് യഹ്സേറ. യഹ്സേറയുടെ പുത്രനാണ് അബിയേൽ. അബിയേലിൻ്റെ പുത്രനാണ് മാസായ്. ഹഷാബിയായുടെ പുത്രനാണ് അസ്രീക്കാം. അസ്രീക്കാമിൻ്റെ പുത്രനാണ് ഹഷൂബ്. ഹഷൂബിൻ്റെ പുത്രനാണ് ഷമായ. സാബാക്കർ, ഹേരഷ്, ഗലാൽ. ആസാഫിൻ്റെ പുത്രൻ സിക്രി. സിക്രിയുടെ പുത്രൻ മിഖ. മിഖായിയുടെ പുത്രൻ മത്താനിയ. യദൂദൂനിൻ്റെ പുത്രനാണ് ഗലാൽ. ഗലാലിൻ്റെ പുത്രനാണ് ഷമായ. ഷമായയുടെ പുത്രനാണ് ഒബാദിയ. എൽക്കാനായുടെ പുത്രനാണ് ആസ. ആസായുടെ പുത്രനാണ് ബെറേഗിയ. ഷല്ലൂം, അക്കൂബ്, തൽമോൻ, അഹിമാൻ ഇവർ വാതിൽ കാവൽക്കാരാണ്. കോറഹിൻ്റെ പുത്രനാണ് എലിയാസാഫ്. എലിയാസാഫിൻ്റെ പുത്രനാണ് കോറെ. കോറയുടെ പുത്രനാണ് ഷല്ലൂം. ഷല്ലൂമിൻ്റെ പുത്രനാണ് മത്താത്തിയ. മെഷല്ലേമിയായുടെ മകനാണ് സഖറിയ. ഷേമായുടെ പുത്രന്മാർ അഹിയേസർ, യോവാഷ്. അസ്മാവത്തിൻ്റെ പുത്രന്മാർ യസിയേൽ, പേലത്ത്, ബറാഖ, യേഹു. ദാവീദിൻ്റെ ധീരയോദ്ധാക്കളിൽ മറ്റു ചിലർ ഇഷ്മായ, ജെറേമിയ, യഹ്സിയേൽ, യോഹനാൻ, യോസാബാദ്, എലുസായി, യറിമോത്ത്, ബയാലിയ, ഷമാറിയ, ഷഫാത്തിയ, എൽക്കാന, ഇഷിയ, അസ്രേൽ, യോവേസർ, യഷോബെയാം, യോവേല, സെബാദിയ. യോവാലയും സെബാദിയായും ജെറോഹാമിൻ്റെ പുത്രന്മാരാണ്. ദാവീദിനോട് ചേർന്ന മനാസെ ഗോത്രജരായ സഹസ്രാധിപർ അദ്ന, യോസബാദ്, യദിയേൽ, മിഖായേൽ, യോസേബാദ്, എലിഹു, സില്ലേദായ്. ഗായക സംഘത്തിൻ്റെ നേതാവിൻ്റെ പേരാണ് കെനനിയ. കർത്താവിൻ്റെ പേടകത്തിൻ്റെ കാവൽക്കാർ ബറാക്കിയ, എൽഖാന, ഓബദ് എദോം, യഹിയ. പേടകത്തിനു മുന്നിലെ കാഹളം മുഴക്കുന്ന പുരോഹിതർ ആരെല്ലാമാണെന്ന് നോക്കാം. ഷബാനിയ, യോസഫാത്ത്, നഥാനേൽ, അമസായി, സഖറിയ, ബനായ, എലിയേസർ, സിബക്കായി. സിപ്പായി എന്ന ഫിലിസ്ത്യ മല്ലനെ വധിച്ച് ജായിറിൻ്റെ മകൻ എൽഹനാൻ ഗോലിയാത്തിൻ്റെ സഹോദരൻ ലഹ്മിയെ വധിച്ചു. ബൂസ്യനായ ഓർനാനാണ് മെതിക്കളത്തിൻ്റെ ഉടമ. ഗർഷോമിൻ്റെ പുത്രന്മാർ ലാദാൻ, ഷിമ്മയി. ലാദാൻ്റെ പുത്രന്മാർ യഹിയേൽ, സേഥാം, ജോയേൽ. ഷിമ്മയിയുടെ പുത്രൻ ഷേലോമോത്ത്, ഹസാനിയേൽ, ഹാരാൻ, യഹാത്ത്, സീസ. ലാദാൻ്റെ കുലത്തലവന്മാർ യവൂഷ്, ബറിയ, സീസ, യാഹാത്ത്. കൊഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ. അമ്രാമിൻ്റെ മക്കളാണ് അഹ്റോനും മോശയും. ഗർഷോമിൻ്റെ പുത്രൻ ഷെബുവേൽ. എലിയേസറിൻ്റെ പുത്രൻ റാബിയ. ഇസ്ഹാറിൻ്റെ ആദ്യജാതൻ ഷെലോമിത്ത്.
ഹെബ്രോനിൻ്റെ പുത്രതലമുറ ജെറിയായുടെ പുത്രനാണ് അമരിയ, അമരിയായുടെ പുത്രനാണ് യഹസിയേൽ, യഹസിയേലിൻ്റെ പുത്രനാണ് യക്കാമെയാം. ഉസിയേലിൻ്റെ പുത്രന്മാർ മീഖ, ഇസിയ. അഹറോൻ നിശ്ചയിച്ച ക്രമമനുസരിച്ച് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ വരേണ്ടവർ ഹോയാറബ്, യദായ, ഹാരീം, സെവാരീം, മൽക്കിയ, മിയാമിൻ, ഹാക്കോസ്, അബിയ, യശൂവ, ഷെക്കനിയ, എലിയാഷീബ്, യാക്കിം, ഹുപ്പ, യഷെബയാബ്, ബിൽഗ, ഇമ്മർ, ഹെസീർ, ഹപ്പിനെസ്, പെത്താഹിയ, യഹ്സ്കേൽ, യാക്കീൻ, ആമുൽ, ദലായ, മാസിയ. അമ്രാമിൻ്റെ പുത്രൻ ഷുബായേൽ, ഷുബായേലിൻ്റെ പുത്രൻ യഹ്ദേയ, റഹാബിയായുടെ പുത്രൻ ഇഷിമ, ഷെലോതാത്തിൻ്റെ പുത്രൻ യാഹത്ത്. ഹെബ്രോനിൻ്റെ പുത്രതലമുറ യറിയ, അമരിയാം, യഹ്സിയേൽ, യക്കാമെയാം. ഉസിയേലിൻ്റെ മക്കളാണ് മിഖായും ഇഷിയായും. മിഖായുടെ മകനാണ് ഷമീർ, ഇഷിയായുടെ മകനാണ് സഖറിയ, മെറാറിയുടെ മകനാണ് യാസിയ. യാസിയായുടെ പുത്രന്മാരാണ് ഷോഹാം, സക്കൂർ, ഇബ്രി. മെറാറിയുടെ മകനാണ് മഹലി, മഹലിയുടെ പുത്രനാണ് എലയാസർ. മൂഷിയുടെ പുത്രന്മാർ മഹലി, ഏദർ, യെറീമോത്ത്. ആസാഫിൻ്റെ പുത്രന്മാർ സക്കൂർ, ജോസഫ്, നെഥാനിയ, അഷാറേലെ. യദൂദൂൻ്റെ പുത്രന്മാർ ഗദാലിയ, സേരി, യഷായ, ഷിമ്മയി, ഹഷാബിയ, മത്തീത്തിയ എന്നിവർ. ഹേമാൻ്റെ പുത്രന്മാർ ബുക്കിയ, മഥാനിയ, ഉസിയേൽ, ഷെബുവേൽ, യെറീമോത്ത്, ഹനാനിയ, ഹനാനി, എലിയാത്ത, ഗിദാൽത്തി, റൊമാന്തിയേസർ, യോഷ്, മല്ലോത്തി, ഹോത്തിർ, മഹസിയോത്ത്. കോറയുടെ പുത്രൻ മെഷല്ലെമിയായുടെ പുത്രന്മാർ സഖറിയ, യദിയേൽ, സെബാദിയ, യത്തിനിയേൽ, ഏലാം, യഹോഹനാൻ, എലിയേഹോവേനായി. ഓബദ് ഏദോമിൻ്റെ പുത്രന്മാർ ഷമായ, യഹോസബാദ്, യോവ, സാഖാർ, നഥാനേൽ, അമ്മിയേൽ, ഇസാക്കർ, പെവുലേത്തായ്. ഷമായയുടെ പുത്രന്മാർ ഒത്നി, റഫായേൽ, ഓബദ്, എൽസാബദ്, എലിഹു, സെമാഗിയ. ഹോസായുടെ പുത്രൻ ഷിമ്രി, ഹിൽക്കിയ, തെബാലിയ, സഖറിയ. ദാവീദ് നിയോഗിച്ച ഗോത്രാധിപന്മാർ ആരെല്ലാമാണെന്ന് നോക്കാം. ഗോത്രം, പിതാവ്, ഗോത്രാധിപൻ. ഇനി ക്രമത്തിലാണ് നാം മനസ്സിലാക്കുവാൻ പോകുന്നത്. റൂബൻ ഗോത്രം, പിതാവ് സിക്രി, സിക്രിയുടെ മകൻ എലിയേസർ. ശിമയോൻ ഗോത്രത്തിൽ നിന്നും മാഘായുടെ പുത്രൻ ഷഫാത്തിയ. ലേവി ഗോത്രത്തിൽ നിന്നും കെമുവേലിൻ്റെ പുത്രൻ ഹഷാബിയ. അഹ്റോൻ ഗോത്രത്തിൽ നിന്നും സാദോക്. യൂദാ ഗോത്രത്തിൽ നിന്നും ദാവീദിൻ്റെ സഹോദരൻ എലിഹു. ഇസാക്കർ ഗോത്രത്തിൽ നിന്നും മിഖായേലിൻ്റെ പുത്രൻ ഓമ്രി. സെബുലൂൻ ഗോത്രത്തിൽ നിന്നും ഒബാദിയായുടെ പുത്രൻ ഇഷ്മായിയ. നഫ്താലി ഗോത്രത്തിൽ നിന്നും അസ്രിയേലിൻ്റെ പുത്രൻ യെറേമോത്ത്. എഫ്രായിം ഗോത്രത്തിൽ നിന്നും അസാസിയായുടെ പുത്രൻ ഹോഷയ്യ. മനാസെ ഗോത്രത്തിൽ നിന്നും പെദായയുടെ പുത്രൻ ജോയേൽ. മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്നും സഖറിയായുടെ മകൻ ഇദ്ദോ. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നും അബ്നേറിൻ്റെ പുത്രൻ ജാസിയേൽ. ദാൻ ഗോത്രത്തിൽ നിന്നും യെരോഹാമിൻ്റെ പുത്രൻ അസരേൽ. കൃഷിക്കാരുടെ മേൽനോട്ടം വഹിച്ചിരുന്നത് ഗലൂബിൻ്റെ മകൻ എസ്രിക് ആയിരുന്നു. മുന്തിരിത്തോട്ടങ്ങളുടെ ചുമതല ഷിമ്മയിക്കും വീനറകളുടെ ഭരണം സബുദിക്കും. തോട്ടങ്ങളുടെ മേൽനോട്ടം ബൽഹനാനും ഒലിവെണ്ണ സംഭരണശാലയുടെ നോട്ടം യോവാഷിനും ആണ്. കന്നുകാലികളുടെ സൂക്ഷിപ്പ് ക്ഷിത്രായി. താഴ്വരയിലെ കന്നുകാലികളുടെ സൂക്ഷിപ്പ് അദ്ലായിയുടെ മകൻ ഷാഫാത്തിനെ. ഒട്ടകങ്ങളുടെ സൂക്ഷിപ്പ് ചുമതല ഒബീലിന്. പെൺകഴുതകളുടെ സൂക്ഷിപ്പ് ചുമതല യഹ്ദേയിയായ്ക്ക്. ആട്ടിൻപറ്റങ്ങളുടെ സൂക്ഷിപ്പ് ചുമതല യാസിസിന്. രാജഭണ്ഡാരങ്ങളുടെ ചുമതല അബിയേലിൻ്റെ പുത്രൻ അസ്മാവത്തിന്. സംഭരണശാലകളുടെ ചുമതല ഉസിയായുടെ മകൻ ജോനാഥന്. രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കി നടത്തുന്നവർ ദാവീദിൻ്റെ അമ്മാവനായ ജോനാഥനും ഹക്മോനിയുടെ മകൻ യഹിയേലും. ഇത്രയും കഥാപാത്രങ്ങളാണ് ദിനവൃത്താന്തം 1-ാം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആകെ കഥാപാത്രങ്ങളുടെ എണ്ണം 767 പേരാണ് ഉള്ളത്. നാടുകളും പട്ടണങ്ങളും മൊത്തം 102 രേഖപ്പെടുത്തിയിട്ടുള്ളത്. രാജാക്കന്മാരും പ്രഭുക്കന്മാരും ആരെല്ലാമാണെന്ന് നോക്കാം. ഏദോമിൽ ബേല രാജാവ്,
യോബാബ് രാജാവ്, ഹൂഷാം രാജാവ്, ഹദാദ് രാജാവ്, സമ്മല രാജാവ്, സാവൂൾ രാജാവ്, ബൽഹനാൻ രാജാവ്, ഹദാദ് രാജാവ്. ഓമിലെ പ്രഭുക്കന്മാർ തിമ്മന, അലിയ, യഥേത്, ഒഹോലിബാമ, ഏല, പിനോൻ, കെനസ്, തേമാൻ, മിബ്സാർ, മഗ്ദിയേൽ, ഈറാം. അസീറിയയിലെ രാജാക്കന്മാർ തിൽഗത് പിനേസർ രാജാവ്, ടൈറിലെ രാജാവ് ഹീരാം, സോബായിലെ രാജാവ് ഹദ്ദേസർ, ഹമ്മാത്തിലെ രാജാവ് തോവു, അമോന്യരുടെ രാജാവ് നാഹാഷ്, ഹാനൂൻ. ഇത്രയും രാജാക്കന്മാരും പ്രഭുക്കളുടെയും പേരാണ് ദിനവൃത്താന്തം 1-ാം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മലകളും താഴ്വരകളും കുന്നുകളും ഏതെല്ലാമാണെന്ന് നോക്കാം. സെയിർ മല, ഹെർമോൻ മല, ഗിൽബോവ മല, റഫായിം താഴ്വര, അതുല്ലാം ഗുഹ, ഉപ്പ് താഴ്വര. നദികൾ ഗോസാൻ നദി, ഗാഷ് അരുവി, ജോർദാൻ നദി. മരങ്ങൾ ഓക്കുമരം, ദേവദാരു മരം, ബാൾസ മരം. ധാന്യങ്ങൾ ബാർലി, ഗോതമ്പ്, ഓർണാൻ്റെ മെതിക്കളം. വാദ്യ ഉപകരണങ്ങൾ കിന്നരം, വീണ, തപ്പ്, കൈത്താളം, കാഹളം, കൊമ്പ്, കുഴൽ, തമ്പുരു. രാഗങ്ങൾ അലാമോത്ത് രാഗം, ഷെമിനീദ് രാഗം. എഫോദ് ഒരു ചണവസ്ത്രം. പലഹാരങ്ങൾ അട, അപ്പം, ചുട്ടെടുത്ത അപ്പം. ലോഹങ്ങൾ സ്വർണം, ഇരുമ്പ്, വെള്ളി, ഓട്, പിച്ചള, തങ്കം. രത്നങ്ങൾ ഗോമേതകം, അഞ്ജനക്കല്ല്, വെണ്ണക്കല്ല്. ഇത്രയും കാര്യങ്ങളാണ് ദിനവൃത്താന്തം 1-ാം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ദിനവൃത്താന്തം 1-ാം പുസ്തകത്തിൽ ദൈവം എന്ന പദം എത്ര പ്രാവശ്യമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് നോക്കാം. ദൈവം എന്ന വാക്ക് 77 പ്രാവശ്യവും കർത്താവ് എന്ന പദം 139 പ്രാവശ്യവും ദിനവൃത്താന്തം 1-ാം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ചോദിച്ച ചോദ്യം ഒരേ ഒരു ചോദ്യമാണ് ദിനവൃത്താന്തം 1-ാം പുസ്തകത്തിൽ ചോദിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് ഇതാണ്. നാഥാൻ പ്രവാചകനോടാണ് ദൈവം ചോദിക്കുന്നത്. ഇസ്രായേലിനോട് കൂടെ സഞ്ചരിക്കുമ്പോൾ എപ്പോഴെങ്കിലും എൻ്റെ ജനത്തെ മേയ്ക്കാൻ നിയോഗിച്ച ഇസ്രായേൽ ന്യായാധിപന്മാരിൽ ആരോടെങ്കിലും എനിക്ക് ദേവദാരുകൊണ്ട് ആലയം പണിയിക്കാത്തത് എന്തുകൊണ്ടെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? 17-ാം അധ്യായം 6-ാം വാക്യമാണ് ഇത്. ഇത്രയും കാര്യങ്ങളാണ് ദിനവൃത്താന്തം 1-ാം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.